ഹലോ, വെൽക്കം ടു നിയോ ഹോം ട്യൂഷൻസ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +2. ഓക്കെ, CBSE +2 പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ ചാപ്റ്റർ ആണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഏതാണ്? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് മിസ് ഇന്നത്തെ GK ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. നമ്മുടെ ഇപ്പോഴത്തെ കേരള ഗവർണർ ആരാണ്? ഓക്കെ, ഇപ്പോഴത്തെ പ്രസന്റില് നമ്മുടെ കേരള ഗവർണർ, ഈയിടെ കേരള ഗവർണർ മാറിയിരുന്നു. നിങ്ങൾക്കറിയാം, പഴയ ഗവർണർ ആരായിരുന്നു? ആരിഫ് ഖാൻ ആയിരുന്നു പഴയ ഗവർണർ. ഇപ്പോഴത്തെ കേരള ഗവർണർ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിന്റെ അവസാനം നോക്കാം. പിന്നെ മിസ്സിന് ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ നിയോ ഹോം ട്യൂഷൻസിന്റെ ലൈവ് സെഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പരീക്ഷയിൽ കൂടുതൽ മാർക്ക് നേടാനും കൂടുതൽ സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാനുമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിയോ ഹോം ട്യൂഷൻസ് നിങ്ങളുടെ കൂടെയുണ്ട്. സോ നിയോ ഹോം ട്യൂഷൻസ് ലൈവ് സെഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നും രാവിലെ 8 മണിക്ക് അത് നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യണം. അതിന്റെ ലിങ്ക്, ലൈവ് ക്ലാസ്സിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പം മറ്റുള്ളവർ കൂടെ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നിയോ ഹോം ട്യൂഷന്റെ ക്ലാസ്സുകളിൽ ചേർന്ന് നന്നായിട്ട് പഠിക്കണം കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് വിത്തൗട്ട് ഡിലേ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സോ അവർ ടോപ്പിക് ഈസ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അതാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. എന്താണ്? യെസ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. അപ്പൊ എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്? നമ്മൾ സാധാരണ പല കോമ്പൗണ്ട്സിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്? യെസ്, മിസ്സിന് അറിയാം. കോർഡിനേഷൻ കോമ്പൗണ്ട് നിങ്ങൾക്ക് ഒരു പുതിയ ടോപ്പിക്കാണ്, അത്ര ഫെമിലിയർ അല്ല. അപ്പം കുറച്ച് എന്താണ് എന്നുള്ളൊരു ഡൗട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു കോമ്പൗണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് നമുക്ക് ആദ്യം ഒന്ന് കൺസിഡർ ചെയ്യാം. അതായത് മിസ് പറയാണ്, നിങ്ങൾ ഈ ഒരു കോമ്പൗണ്ട് ഒന്ന് കൺസിഡർ ചെയ്യാം. അതായത് ഇപ്പൊ ഒരു CU, ഓക്കെ, CU CL2 CL2 എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യാം. ഈ CuCl2 എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? അതായത് ഈ സെൻട്രൽ ആറ്റം, അതായത് കോപ്പർ എന്ന് പറഞ്ഞ കോമ്പൗണ്ട്, കോപ്പർ എന്ന് പറഞ്ഞ ആറ്റം, ഓക്കെ, യെസ്, കോപ്പർ ആറ്റം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട്, ഓക്കെ, അത് എന്ത് ചാർജ് ആയിട്ട് മാറുന്നു? യെസ്, അതൊരു +2 ചാർജ് ആയിട്ട് മാറുന്നു. ഇതിൽ ഇങ്ങനെ എഴുതി കറക്റ്റ് ആയിട്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. സോ കോപ്പർ ആറ്റം ഏത് ചാർജ് ആയിട്ട് മാറുന്നു? അതൊരു +2 ചാർജ് ആയിട്ട് മാറുന്നു. 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ആ കോപ്പർ ആറ്റം വിട്ടുകൊടുത്ത 2 ഇലക്ട്രോണിനെ ആര് സ്വീകരിക്കുന്നു? ക്ലോറിൻ സ്വീകരിക്കുന്നു. 2 ക്ലോറിൻ ആറ്റംസ് ഉണ്ട്. ആ 2 ക്ലോറിൻ ആറ്റം ഓരോ ഇലക്ട്രോണിനെ വീതം സ്വീകരിച്ച്, ക്ലോറിൻ എന്ത് ചാർജാണ്? ക്ലോറിൻ ആറ്റം ഏത് ചാർജാണ് അക്യൂർ ചെയ്യുന്നത്? Cl ഒരു മൈനസ് ചാർജ് ആണ് അക്യൂർ ചെയ്യുന്നത്. അപ്പൊ ഈ Cu2+ഉം Cl-ഉം കൂടെ കമ്പൈൻ ചെയ്താണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത്? ഈ CuCl2 എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ആൻഡ് ഇതൊരു സാധാരണ കോമ്പൗണ്ട് ആണ്. ഇതിലേക്ക് ഈ കോപ്പർ ക്ലോറൈഡ് എന്ന് പറയുന്ന CuCl2 എന്ന് പറയുന്ന കോമ്പൗണ്ട്, അതായത് ഇങ്ങനെ നിൽക്കുക നിങ്ങൾ കരുതുക, ഇങ്ങനെയാണ് അതിന്റെ ബോണ്ട് ഫോർമേഷൻ ഒക്കെ വരുന്നത്. ഇതിലേക്ക് നമ്മൾ അമോണിയ ആഡ് ചെയ്യുന്നു. ഓക്കെ, അമോണിയ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് ആഡ് ചെയ്യുമ്പം എന്ത് സംഭവിക്കുന്നു? ഒരു 4 അമോണിയ മോളിക്യൂൾ കൂടെ ഈ കോമ്പൗണ്ടിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ആ 4 അമോണിയ മോളിക്യൂള് ഈ കോപ്പറിന് ചുറ്റും ഈ രീതിയിലായിരിക്കും വന്ന് അറേഞ്ച് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, നോക്കൂ, CuCl2 ഓൾറെഡി അവിടെ ഉണ്ട്. അതിലേക്ക് നമ്മൾ അമോണിയ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ 4 അമോണിയ മോളിക്യൂൾസ് ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നിൽക്കും. അങ്ങനെ വരുമ്പം ആ കോമ്പൗണ്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. CuNH4 ടെട്ര, 4 NH4 അല്ല, NH3. NH3 മോളിക്യൂൾസ് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ക്ലോറിൻ നമ്മൾ ഈ ബ്രാക്കറ്റിന് വെളിയിലായിട്ട് എഴുതും. അപ്പം ഇത്തരത്തിൽ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഇവിടെ കോപ്പറിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, ക്ലോറിൻ ആറ്റംസിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ ആ പോസിറ്റീവും നെഗറ്റീവും കൂടെ
അട്രാക്ട് ചെയ്ത് ഇങ്ങനെ അവരത് കമ്പൈൻ ചെയ്ത് നിൽക്കും. അതൊരു നോർമൽ കോമ്പൗണ്ട് ആണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ അമോണിയ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അമോണിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു ന്യൂട്രൽ മോളിക്യൂൾ ആണ്. പ്രത്യേകിച്ച് ഒരു ചാർജും ഇല്ലാത്ത, പോസിറ്റീവോ നെഗറ്റീവോ ചാർജുകൾ ഒന്നും തന്നെ ഇല്ലാത്ത ആ ഒരു ന്യൂട്രൽ മോളിക്യൂൾ ആണ് അമോണിയ. ആ അമോണിയ എങ്ങനെയാണ് ഈ കോപ്പർ ആറ്റത്തിലേക്ക് ഈ രീതിയിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ നമ്മൾ ജനറലി ഈ രീതിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഏത് രീതിയിലാണ്? യെസ്, നോക്കൂ. ആ സെൻട്രൽ മെറ്റൽ ആറ്റം, ഒരു മെറ്റൽ ഉണ്ടാവും, പിന്നെ അതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മറ്റാളുകൾ, അതിനൊരു പേരുണ്ട്, അത് മിസ് മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞു തരാം. മറ്റ് ആറ്റംസിനെ നമ്മൾ ഈ കോർഡിനേഷൻ സ്ഫിയറിനകത്ത് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഈ മെറ്റൽ ആറ്റത്തിന് ഓപ്പോസിറ്റ് ചാർജ് ഉള്ളത് ഈ സ്ഫിയറിന് വെളിയിലായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഈ രീതിയിലാണ് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? കുഴപ്പമില്ലല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അതായത് കോർഡിനേഷൻ, ഒരു സെക്കൻഡ് ഞാൻ മിസ് ഇതൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് പഠനങ്ങൾ നടത്തിയതെന്ന് പറയുന്നത് ആരാണ്? വെർണർ. വെർണർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് തിയറി ഓൺ അദ്ദേഹത്തിന്റെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ സംബന്ധിച്ച തിയറി ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ്? വെർണർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. സോ അദ്ദേഹത്തിന്റെ തിയറീസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇത് വായിച്ചു നോക്കിയാൽ മതി. ഞാനിത് നിങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഓക്കെ, എന്താണ് സംഭവിക്കുന്നതെന്നൊന്ന് പറഞ്ഞുതരാം. നോക്കൂ, വെർണർ പറയുന്ന അനുസരിച്ച് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇതാണ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്. ഇതിനകത്ത് ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നതാണ് കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറയുന്നത്. എന്താണ്? അതാണ് ഞാൻ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ടേം എന്ന് പറയുന്നത്. അതാണ് ദിസ് ഇസ് ദ കോർഡിനേഷൻ സ്ഫിയർ. ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്തേക്ക് കൊടുത്തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറയുന്നു. ഇനി കോർഡിനേഷൻ എൻറ്റൈറ്റി എന്ന് പറഞ്ഞാൽ ഈ സ്ഫിയറിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ ആറ്റംസിനെ എല്ലാം നമുക്ക് എന്ത് പറയാം? കോർഡിനേഷൻ എൻറ്റൈറ്റി. കോർഡിനേഷൻ സ്ഫിയറിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ആറ്റംസിനെ എല്ലാം കോർഡിനേഷൻ എൻറ്റൈറ്റീസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ സെൻട്രൽ മെറ്റൽ അയോൺ. ഓക്കെ, ആ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ഏറ്റവും സെൻട്രൽ ആയിട്ട് വരുന്ന ഒരു മെറ്റൽ ആറ്റം കാണാം. ഹിയർ ഇൻ ദിസ് പർട്ടിക്കുലർ കോമ്പൗണ്ട് ദ സെൻട്രൽ മെറ്റൽ ആറ്റം ഇസ് കോപ്പർ. കോപ്പർ ആണ് ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത്. ഏതാണ്? ദാറ്റ് ഈസ് കോപ്പർ. കോപ്പർ ആണ്. അപ്പൊ ഏതൊരു കോർഡിനേഷൻ കോമ്പൗണ്ടിലും എന്തുണ്ടാവും? ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം അല്ലെങ്കിൽ ഒരു സെൻട്രൽ മെറ്റൽ അയോൺ ഉണ്ടാവും. ഓക്കെ, ലൈക്ക് ഹിയർ ഇറ്റ് ഇസ് കോപ്പർ. ഓക്കെ, ഇനി എന്താണ് ലിഗാൻസ്? ലിഗാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇത്തരം ആറ്റംസ് ഇല്ലേ? നമ്മൾ കോമ്പൗണ്ട് എടുത്ത് മിസ് പറഞ്ഞല്ലോ. ഇപ്പൊ ഈ കോമ്പൗണ്ടിനകത്ത് കോപ്പർ എന്ന് പറയുന്ന സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മറ്റ് ആറ്റംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് ലിഗാൻസ്. പേരുകളും ടേംസും ഒന്നും മറന്നു പോകരുത്. ക്ലാസ് മുന്നോട്ട് പോകുന്നതോറും പിന്നെ നമ്മൾ ഈ ടേം ആയിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, ആ ലിഗാൻഡിനെ അറ്റാച്ച് ചെയ്തു അല്ലെങ്കിൽ ആ ലിഗാൻഡ് റിയാക്ട് ചെയ്തു എന്നൊക്കെ അറിയാം. അപ്പൊ ലിഗാൻഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. ഓക്കെ, സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മറ്റ് ആറ്റംസിനെ വിളിക്കുന്ന പേരാണ് ലിഗാൻഡ്. ഹിയർ ഇൻ ദിസ് പർട്ടിക്കുലർ കേസ് ദാറ്റ് ഈസ് അമോണിയ. NH3 ഇസ് ദ ലിഗാൻഡ്. ഓക്കെ, ഇനി കൗണ്ടർ അയോൺസ്. കൗണ്ടർ അയോൺസ് എന്ന് പറഞ്ഞാൽ ഈ കോർഡിനേഷൻ സ്ഫിയറിന് പുറത്തുള്ള ആറ്റംസ്, ഈ അയോൺസ്, ഇതിനെ പറയുന്നതാണ് എന്താണ്? കൗണ്ടർ അയോൺസ്. നമ്മൾ പറഞ്ഞല്ലോ ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് എന്താണ്? ഒരു പോസിറ്റീവ് ചാർജ് ആണ് ഇവിടെ. ഇവിടുത്തെ കൗണ്ടർ അയോൺസ് ആയ ക്ലോറൈഡ് അയോൺസിന് അല്ലെങ്കിൽ ക്ലോറിൻ അയോൺസിന് ഏത് ചാർജ് ആണ്? ദേ ആർ ആനയോൺസ് അല്ലെ? നെഗറ്റീവ് ചാർജ് ഉള്ള ആനയോൺസ് ആണ്. അപ്പൊ ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ഓപ്പോസിറ്റ് ചാർജ് ഉള്ള അയോൺസ് ആണ് ഈ വെളിയിൽ വന്നിരിക്കുന്നത്. സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? കൗണ്ടർ അയോൺസ്. കോർഡിനേഷൻ സ്ഫിയറിന് പുറത്തു വരുന്ന എൻറ്റൈറ്റീസ് അല്ലെങ്കിൽ ആ അയോൺസിനെ വിളിക്കുന്ന പേരാണ് കൗണ്ടർ അയോൺസ്. ദെൻ
നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഈസ് കോർഡിനേഷൻ നമ്പർ. എന്താണ് കോർഡിനേഷൻ നമ്പർ? കോർഡിനേഷൻ നമ്പറിനെ പറ്റി പറയുമ്പം നമുക്ക് വെർണറിന്റെ ആ തിയറിയിലേക്ക് പോകാം. നോക്കിയേ, ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് മെറ്റൽ ഷോസ് ടു ടൈപ്സ് ഓഫ് ലിങ്കേജസ് ഓർ വാലൻസീസ് ദാറ്റ് ഈസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഓക്കെ, വെർണർ പറയുന്ന അനുസരിച്ച് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്തെ ആ സെൻട്രൽ മെറ്റലിന് രണ്ട് ടൈപ്പ് വാലൻസീസ് ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ലിങ്കേജസ് ഉണ്ടാകാം, അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് വാലൻസീസ് ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്നത് പ്രൈമറി വാലൻസി ആൻഡ് സെക്കൻഡറി വാലൻസി. ഓക്കെ, ദ പ്രൈമറി വാലൻസീസ് ആർ നോർമലി അയണൈസബിൾ ആൻഡ് ആർ സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺസ്. ഓക്കെ, നമുക്ക് ആ കോമ്പൗണ്ട് എടുത്ത് തന്നെ നോക്കാം. ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം ഏതാണ്? കോപ്പർ, അല്ലേ? കോപ്പർ ആണ് ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം. ആ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് രണ്ട് വാലൻസി ഉണ്ട്, പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും. ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. ഈ കോപ്പർ ആറ്റത്തിന്റെ പ്രൈമറി വാലൻസിയാണ് ഈ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രൈമറി ബോണ്ടേജ്, അല്ലെങ്കിൽ പ്രൈമറി ലിങ്കേജുകളാണ്, അല്ലെ? നോക്കൂ, ഈ രണ്ട് ക്ലോറിൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് ഈ കോപ്പർ ആറ്റത്തിന്റെ എന്താണ്, അല്ലെങ്കിൽ കോപ്പർ അയോണിന്റെ പ്രൈമറി വാലൻസി എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് ഇത്. ഓക്കെ, ഇതാണ് പ്രൈമറി വാലൻസി. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞേ, സെക്കൻഡറി വാലൻസി എന്ന് പറയുന്ന ഏത് ലിങ്കേജുകളാണ്? നോക്ക്, ഈ അമോണിയ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോലത്തെ ഈ ലിങ്കേജുകൾ ഉണ്ടല്ലോ, ദിസ് ഇസ് കോൾഡ് ദ സെക്കൻഡറി ലിങ്കേജ്, അല്ലെങ്കിൽ സെക്കൻഡറി വാലൻസി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി വാലൻസീസ്. നോക്കൂ, ദ സെക്കൻഡറി വാലൻസീസ് ആർ നോൺ അയണൈസബിൾ. ദീസ് ആർ സാറ്റിസ്ഫൈഡ് ബൈ ന്യൂട്രൽ മോളിക്യൂൾസ് ഓർ നെഗറ്റീവ് അയോൺസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? പ്രൈമറി വാലൻസീസ് എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യുന്നത് അയോൺസ് ആയിരിക്കും, നെഗറ്റീവ് അയോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ അയോൺസ് ചാർജ് ആയിട്ടുള്ള നെഗറ്റീവ് അയോൺസ് ആയിരിക്കും. എന്താണ്? പ്രൈമറി വാലൻസിയെ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്ത് പോകുന്നത് ആരാണ്? യെസ്, നെഗറ്റീവ് അയോൺ. ഇവിടെ ക്ലോറിൻ രണ്ടും നെഗറ്റീവ് അയോൺ അല്ലേ? അപ്പൊ ക്ലോറിൻ അയോൺസ് ആണ് ഈ കോപ്പറിന്റെ പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. പിന്നെന്താണ് വെർണർ പറഞ്ഞേക്കുന്നത്? ദ സെക്കൻഡറി വാലൻസീസ് ആർ സാറ്റിസ്ഫൈഡ് ബൈ ന്യൂട്രൽ മോളിക്യൂൾ ഓർ എന്താ പറഞ്ഞത്? സെക്കൻഡറി വാലൻസീസ് ആർ നോർമലി നോൺ അയണൈസബിൾ. ദേ ആർ സാറ്റിസ്ഫൈഡ് ബൈ ന്യൂട്രൽ മോളിക്യൂൾസ് ഓർ നെഗറ്റീവ് അയൺസ്. അപ്പൊ സെക്കൻഡറി വാലൻസിയിൽ അവിടെ എന്തൊക്കെ വരാം? എയ്തർ ന്യൂട്രൽ മോളിക്യൂൾ, ചാർജ് ഒന്നും ഇല്ലാത്ത അമോണിയ ഇസ് എ ന്യൂട്രൽ മോളിക്യൂൾ എന്ന് മിസ് ഓൾറെഡി പറഞ്ഞു, അല്ലെ? അപ്പം എന്താണ്? അപ്പം ചാർജ് ഇല്ലാത്ത ന്യൂട്രൽ മോളിക്യൂൾസും വരാം, അല്ലെങ്കിൽ ചാർജ് ഉള്ള നെഗറ്റീവ് അയോൺസ് അഥവാ ആനയോൺസ്. നെഗറ്റീവ് ചാർജ് ഉള്ള അയോണുകളെ നമ്മൾ ആനയോൺസ് എന്ന് പറയുന്നു. പോസിറ്റീവ് ചാർജ് ഉള്ള അയോണുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? കാറ്റയോൺസ് എന്നും വിളിക്കുന്നു. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നോക്കൂ, എന്താണ്? പ്രൈമറി വാലൻസീസ് ആർ സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺസ് ലൈക്ക് ദിസ്, ആൻഡ് ദ സെക്കൻഡറി വാലൻസീസ് ആർ ഓൾവേസ് സാറ്റിസ്ഫൈഡ് ബൈ ദ എയ്തർ ന്യൂട്രൽ മോളിക്യൂൾസ് ഓർ നെഗറ്റീവ് അയോൺസ്. ഏത് വേണമെങ്കിലും വരാം. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ദാറ്റ് ഈസ് കോർഡിനേഷൻ നമ്പർ. ഓക്കെ, എന്താണ് കോർഡിനേഷൻ നമ്പർ? അതും വെർണർ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. വെർണർ എല്ലാം നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും വെർണർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താണ് കോർഡിനേഷൻ നമ്പർ? എന്താന്ന് വെർണർ പറഞ്ഞേക്കുന്നത്? ദ സെക്കൻഡറി വാലൻസി ഈസ് ഈക്വൽ ടു ദ കോർഡിനേഷൻ നമ്പർ ആൻഡ് ഈസ് ഫിക്സ്ഡ് ഫോർ എ മെറ്റൽ. ഓക്കെ, അപ്പൊ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ സെക്കൻഡറി വാലൻസി, അതിനെയാണ് അതിന്റെ കോർഡിനേഷൻ നമ്പർ. അതായത് നമ്പർ ഓഫ് കോർഡിനേറ്റ് ബോണ്ട്, അങ്ങനെ പറയാം. ഓക്കെ, കോർഡിനേഷൻ നമ്പർ ഇസ് ദ നമ്പർ ഓഫ് കോർഡിനേറ്റ് ബോണ്ട്. ഇപ്പൊ നമ്മൾ ഈ പർട്ടിക്കുലർ ഈ കോമ്പൗണ്ട് വെച്ചാണല്ലോ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒരേ എക്സാമ്പിൾ വെച്ച് തന്നെ ഞാൻ പറഞ്ഞു പോകുന്നത്. സോ നോക്കൂ, ഇതൊരു പുതിയ ടോപ്പിക്കാണ്. അതുകൊണ്ട് ആദ്യം നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തതും ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒന്നിന്റെയും കണ്ടിന്യൂവേഷൻ ഒന്നുമല്ല. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. മനസ്സിലാകാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, മിസ്സിനോട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ എന്താണ് എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? കോർഡിനേറ്റ് ബോണ്ട്. അപ്പം ദീസ് ആർ ദ നമ്പർ ഓഫ് എന്താണ് കോർഡിനേറ്റ് ബോണ്ട് എന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർഡിനേഷൻ നമ്പർ. അപ്പൊ ഇവിടുത്തെ കോർഡിനേറ്റ് ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വാലൻസീസ്. ഏതൊക്കെയാ സെക്കൻഡറി വാലൻസീസ്? 1,
2, 3, 4 ഉണ്ട്. ഇവിടെ അമോണിയ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ബോണ്ടുകളാണ് നമ്മൾ സെക്കൻഡറി വാലൻസി ആയിട്ട് കരുതുന്നത്. അപ്പം ഈ സെക്കൻഡറി വാലൻസിയുടെ എണ്ണം അല്ലെങ്കിൽ കോർഡിനേറ്റ് ബോണ്ടുകളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർഡിനേഷൻ നമ്പർ. അപ്പം ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്തെ കോർഡിനേറ്റ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 4 അല്ലെ? 4 അമോണിയ അല്ലേ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്തെ കോർഡിനേറ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? യെസ്, 4 ആണ് ഇതിനകത്തെ കോർഡിനേറ്റ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഫൈനലി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. The ions or groups bound by the secondary linkages to the metal have the characteristic spatial arrangements corresponding to the different coordination number. പറഞ്ഞത് കേട്ട് ഞെട്ടണ്ട. അതായത് ഈ കോർഡിനേഷൻ നമ്പർ അല്ലെങ്കിൽ സെക്കൻഡറി വാലൻസി ആണ് കോർഡിനേഷൻ നമ്പർ അല്ലെങ്കിൽ ഈ സെക്കൻഡറി വാലൻസി ആണ് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ എക്സാമ്പിൾ തന്നെ നോക്കിക്കോളൂ. ഇവിടെ നോക്കൂ, ക്ലോറിൻ ഇങ്ങനെ 2 ലീനിയർ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ അമോണിയ എന്താണ് ആറ്റംസ് അല്ലെങ്കിൽ അമോണിയ മോളിക്യൂൾസ് ആണ് ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ. ഒരു ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ പോലെയാണ് നിൽക്കുന്നത്. അപ്പൊ ഈ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ സ്ട്രക്ചർ തീരുമാനിക്കുന്നത്, ആ സ്ട്രക്ചറിനെയാണ് അവിടെ വെർണർ എന്തെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്? സ്പേഷ്യൽ അറേഞ്ച്മെന്റ്. സ്പേഷ്യൽ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സ്ട്രക്ചർ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ ആറ്റംസ് അല്ലെങ്കിൽ ഈ അയോൺസ് ആണ് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ എന്ത് തീരുമാനിക്കുന്നത്? സ്ട്രക്ചർ എത്തരത്തിലാണ് എന്ന് തീരുമാനിക്കുന്നത്. സോ ഇത് 4ഉമാണ് വെർണർ പോസ്റ്റുലേറ്റ് ചെയ്തിരിക്കുന്ന കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ സംബന്ധിച്ചുള്ള തിയറി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? എന്താ പറഞ്ഞത്? കോർഡിനേഷൻ കോമ്പൗണ്ട്സിനകത്ത് 2 ടൈപ്പ് ലിങ്കേജ് ഉണ്ട്, പ്രൈമറിയും സെക്കൻഡറിയും. അല്ലെങ്കിൽ ആ ലിങ്കേജിനെ നമ്മൾ വാലൻസി എന്ന് പറയും. ഓക്കെ, അപ്പൊ പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും. പ്രൈമറി വാലൻസി എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യുന്നത് നെഗറ്റീവ് അയോൺസ് ആയിരിക്കും. അതിങ്ങനെ ഒരു അയണൈസ്ഡ് ഫോമിലായിരിക്കും അല്ലെ? Cl- അയോൺസ് ആയിട്ടല്ലേ നിൽക്കുന്നത്. അപ്പൊ പ്രൈമറി വാലൻസി ഈസ് ഓൾവേസ് സാറ്റിസ്ഫൈഡ് ബൈ എന്താണ്? നെഗറ്റീവ് അയോൺസ്. പ്രൈമറി വാലൻസീസ് ആർ അയണൈസബിൾ, അയൺസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡറി വാലൻസീസ് എന്ന് പറയുന്നത് നോൺ അയണൈസബിൾ ആണ്. സെക്കൻഡറി വാലൻസീസ് ആർ ഓൾവേസ് സാറ്റിസ്ഫൈഡ് ബൈ ന്യൂട്രൽ മോളിക്യൂൾസ് ഓർ നെഗറ്റീവ് അയോൺസ്. രണ്ടും വരാം. ഇനി ആ സെക്കൻഡറി വാലൻസീസിന്റെ നമ്പർ അല്ലെങ്കിൽ ആ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്ന കോർഡിനേറ്റ് ബോണ്ടിന്റെ എണ്ണമാണ് ആ കോർഡിനേഷൻ നമ്പറിന്റെ ആ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്കൻഡറി വാലൻസീസ് ആണ് അല്ലെങ്കിൽ ആ സെക്കൻഡറി ലിങ്കേജുകളാണ് ആ മൊത്തം കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറിനെ തീരുമാനിക്കുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് വെർണർ പറഞ്ഞ 4 പോസ്റ്റുലേഷൻ. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ഉണ്ട്, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദ മെറ്റൽ. അത് നമ്മൾ എന്താണ് ഇപ്പം പേരൊക്കെ കൊടുക്കണം. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതാണ് പഠിക്കാൻ പോകുന്നത്, നോമൻക്ലേച്ചർ ഓഫ് ദ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ പേര് കൊടുക്കുമല്ലോ, ഓർഗാനിക് കോമ്പൗണ്ട്സിന് പേര് 1, ഡൈ, ട്രൈ, ടെട്ര ഒക്കെ പറഞ്ഞ് പേര് കൊടുക്കുമല്ലോ. അതുപോലെ നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെയും എന്താണ് പേര് കൊടുക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അങ്ങനെ പേര് കൊടുക്കാൻ പഠിക്കേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദ മെറ്റൽ. ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഞാൻ പറയാം. അതായത് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പൊ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാല് ആ സെൻട്രൽ മെറ്റൽ ആറ്റം ഒഴികെയുള്ള ബാക്കി എല്ലാ ആറ്റംസിന്റെയും ഓക്സിഡേഷൻ നമ്പർ അങ്ങോട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് അവയെല്ലാം തമ്മിൽ കൂട്ടുക, സൈൻ ചേഞ്ച് ചെയ്യുക. നമ്മൾ എക്സ് ഒക്കെ ഇട്ട് ഈക്വൽ സൈൻ ഇപ്പുറത്ത് കൊണ്ടുവരുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? നമ്മളൊന്ന് സൈൻ ചേഞ്ച് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ അടിക്കാം. ഇത് നിങ്ങൾ കുറച്ച് ആറ്റത്തിന്റെ ഒക്കെ ഇത് നമ്മൾ ബൈഹാർട്ട് ചെയ്യണം. ഇപ്പൊ ക്ലോറിൻ, ഹൈഡ്രജൻ, അമോണിയ, ഇതൊക്കെ നമ്മൾ കുറെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോഴേ നമുക്ക് മറ്റേത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഹിയർ ഞാൻ ഓൾറെഡി ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞു അമോണിയ എന്താണ്? അമോണിയ ഒരു ന്യൂട്രൽ മോളിക്യൂൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ അമോണിയയുടെ ചാർജ് എന്താണ്? 0 അല്ലെ? അമോണിയ
സീറോ ആണ് അല്ലെ. ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? സീറോ ആണ്. അപ്പൊ 4 ഇൻറ്റു 0 0. ഇനി ക്ലോറിന്റെ ചാർജ് എത്രയാണ്? എത്രയാ? എല്ലാവർക്കും അറിയാം. -1 അല്ലെ. ഒരു ക്ലോറിനാറ്റത്തിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ -1. അപ്പൊ ഇവിടെ 2 ക്ലോറിനാറ്റം ഉള്ളതുകൊണ്ട് എന്ത് വരും? ദാറ്റ് ഈസ് -2 അല്ലെ. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ആരുടെയാ കണ്ടുപിടിക്കേണ്ടത്? ഓക്സിഡേഷൻ ചാർജ് ആരുടെയാ കണ്ടുപിടിക്കേണ്ടത്? ഓക്സിഡേഷൻ നമ്പർ കോപ്പറിന്റെ കണ്ടുപിടിക്കേണ്ട. അപ്പൊ കോപ്പർ ഒഴിച്ചുള്ള ബാക്കി എല്ലാവരുടെയും കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. 0 + -2 ദാറ്റ് ഈസ് -2. ഏത് നമ്പറിനോടും ഒരു മൈനസ് നമ്പർ കൂട്ടിയാൽ മൈനസേ കിട്ടുള്ളൂ. സോ ഇവിടുത്തെ ടോട്ടൽ ബാക്കി എല്ലാവരുടെയും കൂടെ എന്താണ്? ഇത് ഓക്സിഡേഷൻ നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? -2. ഇനി എന്താ ഞാൻ പറഞ്ഞത്? സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ കണ്ടുപിടിക്കാനായിട്ട് ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ ചാർജ് അങ്ങ് ഏതാണോ നമുക്ക് കിട്ടിയ ചാർജ്, ആ ചാർജ് അങ്ങ് ചേഞ്ച് ചെയ്യണം. ഇവിടെ നമുക്ക് കിട്ടിയത് എത്രയാണ്? -2 ആണ്. അപ്പൊ കോപ്പറിന്റെ എത്ര വരും? യെസ്, +2. എത്ര വരും? +2. അപ്പൊ ഇവിടെ കോപ്പറിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര വരും? യെസ്, +2. +2 ആണ് കോപ്പറിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. +2 ആണ്. അപ്പൊ ഇങ്ങനെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ നോമൻക്ലേച്ചർ, കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ പേര് നമ്മൾ കൊടുക്കാനായിട്ട് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ആൻഡ് ഫൈനലി ഹോമോലെപ്റ്റിക് ആൻഡ് ഹെട്രോലെപ്റ്റിക്. നിങ്ങൾക്കറിയാം ഹോമോ മീൻസ് എന്താണ്? സെയിം. ഹെട്രോ മീൻസ് ഡിഫറെന്റ്. അതായത് ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്ന ലിഗാൻഡുകൾ ഒരേ ടൈപ്പ് ആണെങ്കിൽ, സെയിം ആണെങ്കിൽ നമുക്ക് അവയെ എന്ത് വിളിക്കാം? ഹോമോലെപ്റ്റിക് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് വിളിക്കാം. ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിനെ നമുക്ക് ഹോമോലെപ്റ്റിക് എന്ന് വിളിക്കാം. അതേപോലെ തന്നെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലിഗാൻഡുകൾ ഡിഫറെന്റ് ടൈപ്പ് ആണെങ്കിൽ അതിനെ നമ്മൾ, ആ കോർഡിനേഷൻ കോമ്പൗണ്ടിനെ നമ്മൾ ഹെറ്ററോലെപ്റ്റിക് എന്ന് വിളിക്കുന്നു. ഓക്കെ, ദാറ്റ് ഇസ് ഹോമോലെപ്റ്റിക് ആൻഡ് ഹെറ്ററോലെപ്റ്റിക്. അപ്പൊ നിങ്ങൾ പറഞ്ഞേ, ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഒരു ഹോമോലെപ്റ്റിക് ആണോ ഹെറ്ററോലെപ്റ്റിക് ആണോ? അതെ, ഇതൊരു ഹോമോലെപ്റ്റിക് ആണ്. കാരണം ഇവിടുത്തെ ലിഗാൻഡ് ഏതാണ്? അമോണിയ. അമോണിയ മാത്രമേ ഉള്ളൂ ഒരേ ഒരു ലിഗാൻഡ്, ഒരു ടൈപ്പ് ഓഫ്, ഒരേ ഒരു ലിഗാൻഡ് അല്ല, 4 അമോണിയ ഉണ്ട്, പക്ഷെ ഒരേ ടൈപ്പ് അല്ലേ, വേറെ ലിഗാൻഡ് അല്ലല്ലോ, ഒരേ ടൈപ്പ് ഓഫ് ലിഗാൻഡ് ആണ്. അതുകൊണ്ട് ഇതൊരു ഹോമോലെപ്റ്റിക് കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. ഇനിയിപ്പോ അമോണിയയ്ക്ക് പകരം ഇവിടെ വേറൊരു ലിഗാൻഡും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അമോണിയ ഉണ്ട്, അതിന്റെ കൂടെ വേറൊരു ലിഗാൻഡും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതൊരു ഹെറ്ററോലെപ്റ്റിക് കോമ്പൗണ്ട് ആണെന്ന് പറയാം. അപ്പൊ ഇതാണ് ഒരു എന്താണ്, കോർഡിനേഷൻ കോമ്പൗണ്ടിനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് നന്നായിട്ട് മനസ്സിലായെങ്കിലേ ഈ ചാപ്റ്റർ മുഴുവൻ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഈ ഭാഗം നല്ല തറവായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഇനി ഞാനൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പം ഈ +2 നമ്മുടെ ഇതിനകത്ത് തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ട്, DNF ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ചാപ്റ്ററിലോ അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടോ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഇസ്, ഡി ബ്ലോക്ക് എലമെന്റ് സാറ്റിസ്ഫൈസ് ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി വാലൻസീസ്. എന്തുകൊണ്ട്? അതായത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് കൂടുതലായിട്ട് ഫോം ചെയ്യുന്നത്. ആരാണ്? ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അതിന്റെ കാരണം എന്താണെന്ന്, എന്താണ് അതിന്റെ കാരണം? യെസ്, നോക്കൂ, ഒന്ന് അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ് അല്ലെ. ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഡി ഓർബിറ്റൽസിന്റെ അവൈലബിലിറ്റി നന്നായിട്ടുണ്ട്, അതൊരു റീസൺ. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഹൈ അയോണിക് ചാർജ്. ഓക്കെ, ഡി ബ്ലോക്ക് എലമെന്റ്സിന് അയണിക് ചാർജ് വളരെ ഉയർന്നതാണ്. ആൻഡ് ദ തേർഡ് വൺ ഇസ് ദ സ്മോൾ സൈസ് ഓഫ് ദ മെറ്റൽ അയോൺ. ഡി ബ്ലോക്ക് എലമെന്റ്സിനകത്ത് അല്ലെങ്കിൽ ഡി ബ്ലോക്കിൽ വരുന്ന മെറ്റൽ അയോൺസിന് സൈസ് വളരെ കുറവായിരിക്കും. സോ ഡ്യൂ ടു ദീസ് 3 റീസൺസ് എന്താണ്, ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് കൂടുതൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. അതായത് ഡി ബ്ലോക്ക് എലമെന്റ് സാറ്റിസ്ഫൈസ് ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി വാലൻസീസ് എന്ന് പറഞ്ഞാൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് കൂടുതൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. അത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാതെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. യെസ്, പിന്നെന്താണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഇതേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ നെയിമിങ്, നോമൻക്ലേച്ചർ നമുക്ക് പഠിക്കാം. അതുപോലെ മിസ് തുടക്കത്തിൽ ചോദിച്ച GK ക്വസ്റ്റ്യന്റെ ഉത്തരം എന്താണ് ചോദിച്ചത്? എന്തായിരുന്നു?
ഇപ്പോഴത്തെ കേരള ഗവർണർ ആരാണെന്നുള്ളത്. ആരാണ് ഇപ്പോഴത്തെ കേരള ഗവർണർ? ദാറ്റ് ഈസ് രാജേന്ദ്ര അർലേക്കർ അല്ലേ? രാജേന്ദ്ര അർലേക്കർ എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ കേരള ഗവർണറിന്റെ പേര്. അപ്പം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.